വ്യാജ കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. എന്തായാലും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ഇന്ന് കൊട്ടിക്കലാശമാണ്. നമുക്കൊപ്പം ഉള്ളത് പയ്യന്നൂരിലെ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനാണ്. കുഞ്ഞികൃഷ്ണേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം? ഇനി ഇപ്പം മണിക്കൂറുകൾ അത്ര മാത്രമേ ബാക്കിയുള്ളൂ. പ്രചാരണം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ മറുഭാഗം നടത്തുന്നത് പോലെ പണമൊഴുക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതിനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾക്കില്ല. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം വലിയ നിലയിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനിടയിൽ ഈ ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങളല്ലാതെ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് ആരോപണമൊക്കെ താങ്കൾ ഉന്നയിച്ചിരുന്നു. അതിന് തെളിവെന്താണെന്നാണ് ജില്ലാ സെക്രട്ടറി ഒക്കെ ചോദിച്ചത്. വീണ്ടും അങ്ങനെ ഒരു ആരോപണത്തിൽ അല്ലെങ്കിൽ ആ ആരോപണത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉറച്ചു നിൽക്കുന്നുണ്ട്. വ്യാജ ID കാർഡ് നിർമ്മിച്ചുകൊണ്ട് നാട്ടിലില്ലാത്തവരുടെ വോട്ട്, ഇപ്പോൾ നിങ്ങൾ നാട്ടിലില്ല, നിങ്ങൾക്ക് കാർഡ് ഉണ്ടാവും, പക്ഷെ നിങ്ങളെ കാർഡിൻ്റെ സ്ഥാനത്ത് എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പുതിയ കാർഡ് ഉണ്ടാക്കുകയാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടേത്, ഫോട്ടോ മാത്രം എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ബൂത്തിൽ ചെന്നാൽ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം എൻ്റെ ഫോട്ടോ ആണ്, ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങളുടേതാണ്. അപ്പോൾ ആ നിലയിൽ വ്യാജ കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിട്ടുള്ളത്. 50,000 TA മധുസൂദൻ്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. അപ്പോൾ അതൊക്കെ കുറക്കുക എന്നുള്ളത് ഒരു വലിയ ലക്ഷ്യമാണ്, വലിയ പ്രയത്നമാണ്. അതിലേക്ക് എത്തുമെന്ന് താങ്കൾ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴും? അല്ല, ആർക്കും പ്രതീക്ഷിക്കുന്നതിന് തടസ്സം, സ്വപ്നം കാണാൻ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാർക്കും കാണാവുന്നതാണ്. ഏതായാലും എല്ലാവരും മത്സരിക്കുന്നത് ജയിക്കാനാണ്, പക്ഷേ ഒരാൾ മാത്രമേ ജയിക്കൂ. അപ്പോൾ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞാനുള്ളത്. വോട്ടിൻ്റെ കണക്കിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല. ഒരു വോട്ടിനെങ്കിൽ ഒരു വോട്ടിന് ജയിക്കാൻ സാധിക്കണം എന്ന നിലയിലാണ്. ആ നിലയിൽ ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പല ആരോപണങ്ങളും താങ്കളിപ്പോൾ ദിനേന ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വിടുന്നുണ്ട്. അപ്പം അതൊക്കെ ഈ ആളുകളിലേക്ക് എത്തുന്നുണ്ട്, അവരെയൊക്കെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് താങ്കൾ വിചാരിക്കുന്നത്? കുറേയൊക്കെ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടൊരു 10 ദിവസമേ ആയുള്ളൂ. ആ 10 ദിവസം കൊണ്ട് ഏതാണ്ട് 50,000-ന് മേലെ അതിൽ ഫോളോവേഴ്സ് ഇപ്പം നിലവിലുണ്ട്. നിലവിലെ MLA 5 കൊല്ലം മുമ്പ് ആരംഭിച്ചതാണ്. അയാളത് 40,000-ൽ കീഴെയാണ്, 35,000-ൽ കീഴെയാണ് എന്നതാണ്. അപ്പോൾ വലിയ നിലയിൽ ജനങ്ങൾ അത് വീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ നമ്മളിപ്പോൾ വീടിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസിനെയാണ് കാണുന്നത്. എല്ലാ ദിവസവും പോലീസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അങ്ങനെ ഒരു ആക്രമണം അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഭയമൊക്കെ ഉണ്ടോ? തെരഞ്ഞെടുപ്പ് സമയത്ത് ആക്രമണം ഭയക്കുന്നേ ഇല്ല. കഴിഞ്ഞാൽ അത് നടത്തിയാൽ അവർക്ക് തന്നെയാണ് ദോഷം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയൊന്നും സംഭവിക്കാനിടയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. എന്തായാലും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ താങ്കളിപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ രാഷ്ട്രീയമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമോ? ആ രീതിയിൽ എന്തെങ്കിലും ഒരു ആലോചനയിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? അല്ല, ഞാൻ ഈ കഴിഞ്ഞ 5 വർഷം പാർട്ടിക്കുള്ളിൽ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ മത്സരം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതൊക്കെ അതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ആ നിലയിൽ പിന്നീട് തീരുമാനിക്കും. എന്തായാലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. എന്തായാലും ഉറപ്പായും പയ്യന്നൂരിൽ വിജയിക്കും എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ്റെ ആത്മവിശ്വാസം, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.